മനുഷ്യന്മാരെല്ലാവരും തന്നെ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ കുറഞ്ഞ ജീവിതം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, പരാജയപ്പെട്ടു പോകരുത് എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ വിജയങ്ങളെ നെയ്തെടുക്കുന്ന ഒരു ഏജൻ്റ് ആരാണ്? എങ്ങനെയാണ് നമ്മളുടെ ജീവിതം നമുക്ക് വിജയത്തിലേക്ക് പതിയെ എത്തിക്കാൻ പറ്റുന്നത്? അങ്ങനൊരു ആളുണ്ട്. ഇയാളാണ് നമ്മളുടെ ജീവിതത്തെ വിജയത്തിലേക്ക് നെയ്തെടുക്കണോ അതല്ല പരാജയത്തിലേക്ക് നെയ്തെടുക്കണോ എന്ന് തീരുമാനിക്കുന്ന ഒരു രഹസ്യ ഏജൻറ്റ്. അതാണ് നമ്മുടെ ശീലങ്ങൾ. യെസ്, ഹാബിറ്റ്സ്. അപ്പോൾ ഹാബിറ്റ്സ് ആണ് നമ്മളുടെ ജീവിതത്തിൻ്റെ രഹസ്യ ഏജൻറ്റുമാർ. അവർ നെയ്ത് തുടങ്ങുന്നത് ഏത് രീതിയിലാണോ അന്നിലക്ക് നമ്മളുടെ ജീവിതം മാറി മറിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഈ ശീലങ്ങളാണെങ്കിലോ അത് പൊതുവെ രണ്ട് തരത്തിലാണ്: നല്ല ശീലങ്ങളും മോശശീലങ്ങളും. ഈ നല്ല ശീലങ്ങൾ വിജയത്തെ നെയ്തെടുക്കുമ്പോൾ മോശശീലങ്ങൾ എന്ത് ചെയ്യും? പരാജയത്തെ നെയ്തെടുക്കും. ആ കാര്യത്തിൽ സംശയമില്ല. ഇതുകൂടാതെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. മോശശീലങ്ങൾ കൂടെ കൂട്ടാൻ കൂടുതൽ എളുപ്പമാണ്. എന്നാൽ നല്ല ശീലങ്ങളോ കൂടെ കൂട്ടണമെങ്കിൽ അത്ര എളുപ്പമല്ല. കുറച്ച് എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മളെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് ഇടേണ്ടതുണ്ട്. ഒരു നല്ല ശീലത്തെ ശരിയായ വിധത്തിൽ നമുക്ക് അക്കമ്പനി ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ എഫേർട്ടും കുറച്ചൊക്കെ ബുദ്ധിപരമായിട്ടും നീങ്ങേണ്ടതുണ്ട്. ഞാൻ 4 കോമ്പണൻറ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ 4 കോമ്പണൻറ്റിനെ നിങ്ങൾക്ക് ഏതൊരു ശീലമാണോ നിങ്ങളുടെ ജീവിതത്തിൽ അക്കമ്പനി ചെയ്യാൻ ആഗ്രഹമുള്ളത് അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ, അതിനെ നിങ്ങൾ ആർക്കിടെക്റ്റ് ചെയ്യുകയാണെങ്കിൽ, അത് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ആ ഒരു ശീലത്തെ നിങ്ങളുടെ ലൈഫിൽ കീപ്പ് ഓൺ ചെയ്യാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ നല്ല ശീലങ്ങൾ എന്താ? അതൊരു ബിഹേവിയറാണ്. അപ്പോൾ ബിഹേവിയറിന് എന്ത് ആവശ്യമുണ്ട്? നമ്മുടേതായിട്ടുള്ള കോൺസ്റ്റൻ്റ് ഉള്ള ഒരു എഫേർട്ട് ആവശ്യമുണ്ട്. മാത്രമല്ല അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോങ് ടേം ആവാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ കൺസിസ്റ്റൻറ്റും ആവാം. എന്നാൽ മോശശീലങ്ങൾ അങ്ങനെയല്ല. മോശശീലങ്ങൾ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു ബിഹേവിയർ ആയിരിക്കും. പക്ഷേ അതുകൊണ്ടുള്ള നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തീരെ ഇല്ലാതിരിക്കാം, നെഗ്ലിജിബിൾ ആയിരിക്കാം. മാത്രമല്ല ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒന്നും ആയിരിക്കില്ല അത്. സോ നല്ല ശീലങ്ങൾ നെയ്തെടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ശ്രദ്ധിക്കേണ്ട 4 കോമ്പണൻറ്റുകൾ, ഒന്നാമത്തത് നോട്ടീസിങ് ആണ്. അതായത് ആ ശീലത്തെ എന്നും നോട്ടീസ് ചെയ്യാൻ, ആ ഒരു ബിഹേവിയറിനെ എന്നും നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്യൂ നമ്മൾ ആ ശീലവുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, എഴുതണം എന്ന ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. എന്തെങ്കിലുമൊക്കെ എഴുതണം, ക്രിയേറ്റീവായിട്ട് എഴുതണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ. അപ്പോൾ ആ ഒരു എഴുത്തിനെ കൺസിസ്റ്റൻ്റ് ആയ ഒരു ശീലമാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ആ എഴുതണം എന്ന കാര്യത്തെ നോട്ടീസ് ചെയ്യാൻ എന്തെങ്കിലും അവരുടെ ലൈഫിൽ വേണം. അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? ഈ ജസ്റ്റ് എഴുതണം എന്നതിലുപരി അതിനൊരു ടൈമും ഒരു സ്പേസും നമ്മുടെ കലണ്ടറിൽ അലോക്കേറ്റ് ചെയ്യുക. അതായത് കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ നമ്മൾ ആ ടാസ്കിനെ അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയറിനെ ഡിഫൈൻ ചെയ്യാമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വെറുതെ എഴുതണം എന്നതിലുപരി തിങ്കളാഴ്ച ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഞാൻ എഴുതും, അല്ലെങ്കിൽ ഒരു വീക്ക്ലി 2 വൈസ് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ എനിക്ക് എഴുതാനുള്ളതാണ് എന്ന് ക്ലാരിഫൈ ചെയ്യുക, അതിനെ ഡിഫൈൻ ചെയ്യുക. അടുത്തത് വാണ്ടിങ് ആണ്. നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്തു മാത്രം പോരാ, നമ്മൾ ആ സമയത്ത് എഴുതണം. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? അപ്പോൾ വാണ്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അതിന് എൻവിറോൺമെൻറ്റിനെ അത് ബേസ് ചെയ്ത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എഴുതണം എന്ന് ആഗ്രഹമുള്ള ആളാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ എഴുതി ഒരു ഭാഗത്ത് പിൻ ചെയ്ത് വെക്കുക. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരും നമ്മളിങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ഓടാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ റണ്ണിങ്ങിന് വേണ്ട എന്തൊക്കെ ഗാഡ്ജറ്റ്സ് ഉണ്ടോ, ഷൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ രാവിലെ നീച്ച് വരുന്ന സമയത്ത് എവിടെയാണോ വിസിബിളായി കാണാൻ പറ്റുന്നത് അവിടെ നിങ്ങൾ പ്ലേസ് ചെയ്യുക. ഇത്തരത്തിൽ നമ്മളെ എൻവിറോൺമെൻറ്റ് നമ്മളെ ബിഹേവിയറിന് ഫേവറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വാണ്ടിങ് എലമെൻറ്റും അവിടെ പൂർത്തിയാവുന്നതാണ്. മൂന്നാമത്തേന്ന് പറയുന്നത് ഡൂയിങ് ആണ്. നമ്മൾ ആ ആക്ഷൻ ചെയ്യുക. അപ്പോൾ ഈ ആക്ഷൻ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ എഴുതണം എന്നാഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഒന്നും വരില്ല, ബ്ലാങ്ക് ആയിരിക്കും. രണ്ടാമത് എഴുതുമ്പോൾ ചിലപ്പം 2 സെൻറ്റൻസേ വരുള്ളൂ. അപ്പോൾ ശരിയായ നിലക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുതാൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ട് നമ്മളൊരിക്കലും ആ ബിഹേവിയറിനെ എന്ത് ചെയ്യരുത്, മാറ്റി നിർത്തരുത്. നമ്മളെപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, ഡൂയിങ് എന്നത് പ്രോപ്പറാണെന്ന് കൃത്യമാകുക. കാരണം നമ്മൾ ഏതൊരു മൈൽ സ്റ്റോൺ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ആ മൈൽ സ്റ്റോണിലേക്ക് നമ്മളുടെ ദൂരം, ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റിപ്പീറ്റേഷൻ മാത്രമാണ്. ഒരു പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു അച്ചീവ്മെൻറ്റിലേക്ക് നമ്മൾ എത്താൻ ചിലപ്പം ഒരു 100 റെപ്പിറ്റീഷൻ നമ്മൾ ആ ഒരു ബിഹേവിയർ കാണിച്ചുകൊണ്ടേ ഇരുന്നാൽ മതി, നമ്മൾ എഴുതിക്കൊണ്ടേ ഇരുന്നാൽ മതി. ആ 101ാമത്തെ എഴുത്ത് ഒരു പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൈറ്റിങ്ങുകൾ നമുക്ക് നൽകുന്ന ഒരു ഹാബിറ്റായി മാറാം. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരിക്കലും റിപ്പീറ്റേഷൻ എന്ത് ചെയ്യരുത്, ബ്ലോക്ക് ചെയ്യരുത്. നമ്മൾ ആക്ഷൻ ഇട്ടുകൊണ്ടേ ഇരിക്കുക, റിസൾട്ടുകൾ എന്ത് ചെയ്യും, ഫോളോ ചെയ്യുന്നതാണ്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ലൈക്കിംഗ് ആണ്. അതെ, ഈ ഒരു ബിഹേവിയറിന് നമ്മൾ ഇഷ്ടപ്പെടണം. അപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു റിവാർഡ് എലമെൻറ്റുകൾ നമ്മൾ കാണേണ്ടതുണ്ടല്ലോ. അപ്പോൾ ഈ റിവാർഡ് എലമെൻറ്റുകൾ പൊതുവെ നല്ല ശീലങ്ങൾക്ക് എന്താണ്, ലോങ് ടേം ആണ്, ഡയറക്റ്റ്ലി നമുക്ക് ലഭിക്കില്ല. അപ്പോൾ ഒരു ആൾട്ടർനേറ്റീവായിട്ട് എന്തെങ്കിലും ഒരു എലമെൻറ്റ് നിങ്ങൾക്ക് കാണാം. വളരെ സിമ്പിളായിട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഒരു ഡിജിറ്റലായിട്ടൊരു കലണ്ടർ, അതിൽ ഈ ടാസ്കുകൾ സൈൻ ചെയ്ത് പോവാം. അപ്പോൾ ഈ ടാസ്കുകൾ ഫുൾഫിൽ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കൊരു സ്ട്രീക്ക് ലഭിക്കും. ഇന്ന് ചെയ്തു, നാളെ ചെയ്തു, അടുത്ത ദിവസം ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സ്ട്രീക്കിനെ മെയിൻറ്റെയിൻ ചെയ്യൽ നിങ്ങൾക്കൊരു റിവാർഡായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. മേ ബി ഒരു 2 വീക്കോ 3 വീക്കൊക്കെ നിങ്ങൾ ആ സ്ട്രീക്കിനെ മെയിൻറ്റെയിൻ ചെയ്ത് ബ്രേക്ക് ചെയ്യാതെ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് സ്വയമായിട്ട് എന്തെങ്കിലുമൊക്കെ റിവാർഡ് നിങ്ങൾ എന്ത് ചെയ്യുക, നൽകുക. അപ്പോൾ ഇത്തരം ഈ 4 കോമ്പണൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്ന നല്ല ശീലങ്ങളുമായിട്ട്
ഡിസൈൻ ചെയ്ത് ആർക്കിടെക്റ്റ് ചെയ്ത് ശരിയായ ശീലങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ വാർത്തെടുത്തു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് സക്സസ് എന്ന് പറയുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെയ്തെടുക്കാൻ പറ്റും. സോ ഗൈസ്, വി ആർ നത്തിങ് ബട്ട് എ കോമ്പോസിറ്റ് ഓഫ് അവർ ഹാബിറ്റ്സ്. താങ്ക് യു.